ഹൈ ഗേൾസ് അപ്പോൾ ബ്ലാക്ക് മിത്തിന്റെ സെക്കൻഡ് എഡിഷൻ ദാറ്റ്സ് സോങ്ക്വിയുടെ 15 മിനിറ്റ്സ് ട്രെയിലർ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഗെയിം പ്ലേ റിവീൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് റിയാക്ട് ടു ഇറ്റ്. ഗൈസ്, 1 million വ്യൂസ് 11 hours ago. ഓ ഗൈസ്, wait a minute guys, wait a minute. Game science, yes, game science is killing it. ഗെയിം സയൻസ്, ഓക്കെ ഓക്കെ, ഇത്രയും ഇത് വേണ്ട. ഓക്കെ, ഓ വിഷ്വൽസ് ഒരു രക്ഷയില്ലല്ലേ ഗൈസ്. ആഹാ, ദേ വരുന്നു പുല്ലുകൾക്കിടയിലൂടെ നമ്മളുടെ കഥാനായകൻ. ഓ ഓ, അത് തന്നെ വീഡിയോയിലാണല്ലോ. നമ്മളിത് ചെന്ന് പൊട്ടിക്കുന്നു. ഓ യെസ്, ബ്ലാക്ക് വിത്ത് വുക്കോങ് ഒരു ബ്രഹ്മാണ്ഡ സംഭവമായിരുന്നെങ്കിൽ ഓ, ദിസ് ഈസ് ഗോയിങ് ടു ബി അനദർ നെക്സ്റ്റ് ലെവൽ ഗൈസ്. ആരാന്നാലും മറ്റേതിനകത്ത് നമുക്ക് വിരൂപിയായിട്ടുള്ള കുറെ ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതേ കുറെ മനുഷ്യന്മാരെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഓ ഓ ഓ, എന്താ അവിടെ തറയിട്ടപ്പോഴേക്കും ക്യാഷോ? ഓ, നമ്മൾ ഈ കളവന്റെ കൂടെയാണോ കമ്പനി? ഓ, നമ്മളൊരു ഐലൻഡിൽ പെട്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് വഞ്ചിയൊക്കെ എടുത്തിട്ട് നമ്മളിത് എവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. ഓ ഗൈസ്, എന്തായി കാണുന്നേ? ദേ ബ്രഹ്മാണ്ട സംഭവം. ഓ, അവസാനം നമ്മളാ പാമ്പ് പിടിച്ച ആളെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു. ആടാ. ഓ ഗൈസ്, ക്യാമറ മൂവ്മെന്റും ബാക്കിയുള്ളതെല്ലാം ഏട്ടാ ഗൈസ്, ഇത് ഒന്നിനൊന്നും മെച്ചമായിട്ട് വരുവാണല്ലോ. കറക്റ്റ്. ഇത് എന്താണ്, മഷ്റൂമോ? ലൈഫിന്റെ ആ സാധനത്തിന്റെ ഇത് കാണിക്കുന്ന സ്ഥലത്ത് നോക്കി, അല്ലെങ്കിൽ ഒരു മറ്റേ ചെവിയുടെ അകത്തുള്ള ആ ഒരു ഇതില്ലേ, ആ അതിന്റെ ഒരു സാധനം അതേപോലെ ഇരിക്കും. എടാ, സോട്ട് ഫൈറ്റ് ഒക്കെ കൊള്ളാലോ. എടാ, അത് കൊള്ളാല്ലേ, കാലൊക്കെ വെച്ചിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നോക്കി. മോനെയില്ലേ, ഈ ഗെയിം വേറെ ലെവലായിരിക്കും. അനദർ ലെവൽ ബ്രോ. എടാ, കാല് വെച്ചിട്ടുള്ള അവൻ ഇങ്ങനെ കുത്തുന്ന ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓ, പക്ഷേ സോഡ് മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇതാവണം എന്നുള്ള രീതിക്ക് തോന്നുന്നുണ്ട് അല്ലേ. എടാ, എന്താടാ തീയോ? നമ്മുടെ നേരത്തെ തന്നെ. ഓ, ലുക്ക് അറ്റ് ദാറ്റ് പാരി ഗൈസ്. ഓ, കണ്ണുകൾക്ക് ഇതാ വിസ്മയം ചെയ്തുകൊണ്ട് സോങ് കുയി. എടാ എടാ, ഇയാള് മരിച്ചാ? ഓ ഇതെന്താ? ആ, ആ. ഓ, പുള്ളിയുടെ സോളായിട്ട് പേപ്പർ പോലെയായിരുന്ന ഇതെന്തത്? ഇതൊക്കെ ഗെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ, ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ഫുൾ മിത്തിക്കൽ സംഭവമല്ലേ. ഓ ഓ, നമ്മുടെ കുരങ്ങച്ചാറിന് ഇതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനകത്താണെങ്കിൽ നമ്മളുടെ എന്താ പറയേണ്ടത് അക്രോബാറ്റിക് സ്കിൽസ് ഒക്കെ ഉണ്ട് നമുക്ക്. ഓ, ആ പോകുന്നതിന്റെ ഇതൊക്കെ കണ്ടോ? ട്രെയിലർ കണ്ടോ? അയ്യോ, തീൻ സാധനം.
എനിക്ക് ഷോർട്ട് ഫൈറ്റിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാമെന്നുള്ള രീതിക്കാണ് ഫീൽ ചെയ്യണത്. എന്നാലും കൊള്ളാം, പക്ഷെ സ്റ്റിൽ. എന്തൊക്കെ എബിലിറ്റീസ് എടാ. ഓ എടാ വാളിത്തി ചേട്ടാ മോനെ. ഗൈസ് ആൻഡ് ഓൾസോ ഗ്രാഫിക്സ് നോക്കി, അല്ലെങ്കിൽ ആ ഒരു ഗെയിം പ്ലേ മൊത്തത്തിൽ പോകുന്ന ഇതൊക്കെ സ്മൂത്ത് സീൻ, വൺ സീൻ. അയ്യോ, എന്നാലും മറ്റല്ലേ ആ കളവന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ട് എങ്ങോട്ടോ പോകുന്നത്, നമുക്ക് വഴികാട്ടിയായിട്ട് ഇനിയിപ്പോ ഈ കളവരാണോ? കളവന്റെ സോളാണോ ഉള്ളത്? ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കി, ഏതാ സ്മൂത്ത്, ഏതാ വിഷയം സംഭവം. ഒരു മുടിയുള്ള ഒരു സംഭവം നോക്കി. ഓ ഈ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ശരിക്കും പറയാനല്ല, നല്ല റിലാക്സ് ആയിട്ട് ഉറക്കം വരുന്നത്. കേട്ടാ ആ ഇത് വഴി കാട്ടിയത് നമുക്കിത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. What do we have here, guys? What do we have here? Guys, എല്ലാ അണ്ടർ വാട്ടർ സീൻസ് ഇൻ എവറി ഗെയിം ഈസ് ബിക്കമിങ് എപ്പിക്. ഓരോ ഗെയിമിന്റെയും ഇപ്പോൾ അണ്ടർ വാട്ടർ സീൻസ് എന്ന് പറയുന്നത് നല്ല കിടിലമായിട്ടാണ് എല്ലാവരും മേക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അറിയാൻ പറ്റും ശരിക്കുള്ള ഗെയിമിന്റെ ഫുൾ ക്വാളിറ്റി. ഓ തിരിച്ച് ലേഡി ദേ. ആൻഡ് അവർ രക്ഷപ്പെടുത്താൻ പോകുന്ന സമയത്തേക്ക് നമുക്ക് എന്തോ അറ്റാക്ക് ചെയ്ത്. എടാ ഇത് മറ്റല്ലേ മൊത്തം മറ്റല്ലേ ഷെല്ലുള്ള മറ്റല്ലേ കക്കറച്ചി. ആഹാ ആ സാധനം കല്ലുമക്ക, കല്ലുമക്ക, വലിയ കല്ലുമക്ക. അത് ഇൻ ദ ഷേപ്പ് ഓഫ് പാർഷ്യൽ ഹ്യൂമൻ ഫോം, അതായത് വിരൂപിയായ കല്ലുമക. അതിനെയാണ് നമ്മൾ കൊല്ലുന്നത് ഗൈസ്. എനിക്ക് ചില സമയത്തേക്ക് ഈ മറ്റേ കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വാള് വെച്ച് കുത്തുന്ന സാധനം ഉണ്ടല്ലോ, കോമഡി ആയിട്ട് പോകുന്നുണ്ട്. ആട്ടാ അവൻ അവൻ്റെ ഷെല്ലെടുത്ത് കളയുന്നു. മീൻസ് കക്കയുടെ തോട് കളഞ്ഞു. കക്കയുടെ അകത്തുള്ള ഇതാണ്. ഓ ഇതാകുമ്പോഴേക്കും അതിന് മൂവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓ ഓ ഇതെന്ത് വീശാണത്. അയ്യോ അയ്യോ കൊള്ളാല്ലേ, ഫുള്ള് കറങ്ങിയൊക്കെ മാനത്ത് കടന്ന് കളിക്കുന്നു ഏടാ. ഓ ഏതാ നോക്കിയേ. ഏടാ ഓ വി ഹാവ് അവർ ട്വിനോ വാട്ട്. അവിടെ ഇത് കൊള്ളാലോ. സീൻ ബ്രദർ സീൻ. നമുക്ക് വേറെയും ട്രാൻസ്ഫോർമേഷൻസും ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് അല്ല, അതായത് നമ്മളുടെ ക്ലോൺ പോലത്തെ വേറെ എന്തോ പറഞ്ഞ മേ ബി സോൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണോ? ഓർ മേ ബി അവർ കമ്പാനിയൻ ഓർ സംതിങ്, വി ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്. ഓ ഗൈസ് എടാ നമുക്കിതേ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയാ നോക്കി. ഓ എടാ എന്നാലും കൊള്ളാല്ലേ ഇത്. എന്താണ് എടാ ഇലക്ട്രിക് പണ്ണ്, എടാ വാളിനകത്ത് ഇലക്ട്രിസിറ്റി. ഓ എടാ മറ്റവൻ്റെ വാള് നോക്കിയേ. എടാ ആ മിസ്റ്റും ബാക്കി കാര്യങ്ങളും. ഓ ലുക്ക് അറ്റ് ദ ഡീറ്റെയിലിംഗ്. എടാ ഇവർ രണ്ടും ഒന്നായോ. എടാ
ഗൈസ് ഈ വാള് നോക്കി, ഈ വാൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കിടിലം വാള്. ലുക്ക് അറ്റ് ദാറ്റ് ഷോട്ട് ഗൈസ്. എന്റെ മോനെ. ബ്രദർ വാട്ട്, ദാറ്റ്സ് എപ്പിക് ഗൈസ്. കണ്ണുകൾക്ക് ഇത് വിസ്മയം. അത്യുഗ്രൻ കോരിച്ചൊരിയുന്ന മഴയും അതിന്റെ കൂടെ ഇട്ടി മിന്നൽ ഫണ്ണും. എടാ ഇവൻ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നു നോക്കിയേ. കോമ്പാറ്റ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇത് അതിന്റെ ഒക്കെ മണ്ടക്കി തന്നെ നിൽക്കും. അതാണ് ഇത് കാണിച്ചു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആനെ. ടൈറ്റ് കോമ്പറ്റീഷൻസ് ആണല്ലോ കുറെ ഇനി വരാൻ പോകുന്നത്. എന്നാ ഇറങ്ങുന്നത് എന്തോ. നമ്മൾ സേവ് ചെയ്യാൻ പോയ പെണ്ണാണ്. അവളെന്താണ്, അവളിപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമോ? ഇല്ല ഇല്ല ഇല്ല. ഓ ഞാൻ വിചാരിച്ചു നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുവാന്ന്. ആ സാധനത്തിനെ കൊല്ലാൻ വേണ്ടി വന്നാ. ഓ നമുക്ക് ഓരോ സമയത്തേക്ക് ഓരോ ഓരോ കമ്പാനിയൻസ് ഉണ്ട്. ലുക്ക് അറ്റ് ദ വേൾഡ് ഗൈസ്. എടേ കറി ഉണ്ടാക്കുന്നതിനകത്ത് ഒരാൾ കിടക്കുന്ന ദേ ജീവനോട് ഒരാളെ കുഴിച്ചൊക്കെ കൂടുന്നേ. സ്കെലിറ്റൻസ് ദാ ഇതെന്താ നമ്മൾ തന്നെയാണത്. ഓ നമ്മളിനി കഥകളിക്കുന്നുണ്ട്, ചൈനീസ് കഥകളി. എടാ ഇതെന്താണിത് ഗൈസ്? ദിസ് ഈസ് ഓൺ അനദർ ലെവൽ ഗൈസ്. ഓ അതെന്തോ ചെയ്തേ? ആഹാ ഏട്ടാ ആളിനകത്തോട്ട് നമ്മൾ സോള് ബ്രദർ. എന്തോ രണ്ടും നമ്മൾ തന്നെ. നോ നമ്മളുടെ ഇതേപോലെ തന്നെ ഇരിക്കുന്നു, പക്ഷെ വേറൊരാള്. എടാ ഇവിടെ ഒരു വാൾ കുത്തിയിരിക്കുന്നു, ഇവിടെ ഒരു വാൾ കുത്തി വെച്ച് ഇറക്കി എടുത്തേക്കുന്നു. എന്നിട്ട് നമ്മളിത് ഫൈറ്റും ചെയ്യുന്നു. ഏതാ നോക്കിയേ ഗൈസ്? നാർണിയ നാർണിയ സീൻ നോക്കടാ. ഓ പ്യോർ ബ്ലിസ്. ഇത് പിന്നെയും പിന്നെയും തെളിയുകയാണ്. ഓ ബ്ലാക്ക് മെത്ത് ഏട്ടാ. വുക്കോങ് ഇറങ്ങി ഓൾറെഡി ഞാൻ ഫാനായി. ഇനി ഇത് കാണുമ്പോൾ ഒന്നുകൂടെ വുക്കോങ് ഒന്നുകൂടെ പിന്നെയും പിന്നെയും കളിക്കണമെന്ന് തോന്നുന്നു. ഓൾറെഡി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓൾറെഡി നമ്മളിത് നിർത്തിയിട്ടില്ല. യെസ് ഗൈസ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ എപ്പിക് ഗെയിം പ്ലേ. ഇല്ല ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മോനെ ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഏതൊക്കെ ഗെയിം വന്നാലും പോയാലും ഇതിൻ്റെ തട്ട് താഴ്ന്നതിൻ്റെ ഒന്നല്ല, ഒരുപടി മുകളിലാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബിഗ് ഡാഡി ഓഫ് എവറിത്തിങ് എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനെല്ലാം വേറൊരു സാധനം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മോനെ ഏതാ രസം. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്, അതായത് ഒരു താരതമ്യവും ഇല്ല. നത്തിങ് ഡൂയിങ്. ഓ പക്ഷെ കോമ്പാറ്റിനകത്ത് എന്താ പറയുന്നത്, വാളിൻ്റെ ഇത് ചെയ്യുന്ന സമയത്തേക്ക് ചില സമയത്തേക്കും കുറച്ചുകൂടെ ഒന്ന് ഇപ്പോൾ ഫൈനൽ അല്ലല്ലോ, എന്തായാലും ഒരു 15 മിനിറ്റ്സ് ഗെയിം പ്ലേ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സാധനമാണല്ലോ. എന്നിട്ട് പോലും സംഭവം ഇത്രയാണെന്നുണ്ടെങ്കിൽ അവനെ ഇത് അല്ലാതെ വേറെ മറ്റൊരു ബ്ലഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, ഇനി അതുകൊണ്ട് എല്ലാം ചൈനീസുകാർ മൊത്തം കൊണ്ടുപോവുക. ഇതിൻ്റെയൊക്കെ തുടങ്ങി വെച്ച ഒരു ആൾക്കാരുണ്ട്, യുബി സോഫ്റ്റ് എന്ന് പറയുന്നത്. അവരൊക്കെ എന്തോ ബ്ലാക്ക് ഫ്ലാഗ് ഇറക്കി, ഓക്കെ കുഴപ്പമില്ല, ഗ്രാഫിക്സ് ഒക്കെ കൂട്ടി എന്നല്ലാതെ അല്ലാതെ പുതിയ ഒരു സംഭവം അവരുടെ അടുത്തുനിന്ന് എവിടെയെന്നുള്ളതാണ്. ഓ ഗൈസ്, യെസ് ഗൈസ്, അപ്പോൾ ഐ എം വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഗെയിം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആൻഡ് ഗൈസ് എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ തോട്ട്സും എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, ഇത് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും മെറ്റൽ ക്രിസ്റ്റൽ സൈനിങ് ഔട്ട്. പീസ് ഗൈസ്, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്. വുക്കോങ്ങിൽ നമ്മൾ എന്താ കുരങ്ങനായിട്ടാണെങ്കിൽ നമ്മുടെ സോങ്കുയിൽ നമ്മളൊരു ആളായിട്ടും ആൻഡ് ഓൾസോ എക്യുപ്മെൻറ്റ് മാറി സോഡാണ്. യെസ്, ഇപ്പോൾ ചൈനീസ് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ചൈനീസ് ഗെയിംസിനകത്ത് എല്ലാം ഈ വുക്സിയ സീനാണ്. അതായത് മാർഷ്യൽ ആർട്സ് വെച്ചിട്ടുള്ള
സയൻസ് എന്താ പറയേണ്ടത്, അതുമായിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള എന്താ പറയേണ്ടത് ഫിക്ഷനും കാര്യങ്ങളും അതിനൊക്കെ പറയുന്ന പേരാണ്, ടോട്ടലി പറയുന്ന ഒരു സംഭവമാണ് ഈ ബുക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ളതാണ് ഫുൾ ഇപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ ഫാന്റം ബ്ലേഡ് നോക്കി കഴിഞ്ഞാൽ അത്, ആൻഡ് ഓൾസോ ഇപ്പോൾ സോങ്ക്വി ഇറങ്ങാൻ പോകുന്നത്. ആൻഡ് സോങ്ക്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ബെഞ്ച് മാർക്ക് ലെവൽ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കിടിലം ഗെയിം പ്ലേ ആണ് നമുക്ക് അവർ വെളിയിൽ വിട്ടിട്ടുള്ളത്. മോനെ, ഓ, അന്യായമാണ്.